ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ കുഷ്കയാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇത് അതിനാവശ്യമായ ബീഫ് കഴുകി വെച്ചിട്ടുണ്ട്. സാധനങ്ങളെല്ലാം അരിഞ്ഞൊരു പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. വെളുത്തുള്ളി ഇഞ്ചിയും ക്രഷ് ചെയ്തതിലേക്ക് തന്നെ നമ്മൾ പച്ചമുളക് കൂടെ ചേർത്ത് അതുകൂടെ ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് നമ്മളൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. 2 ഉള്ളി, 1.5 തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതുപോലെ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ചിട്ടാണ് നമ്മൾ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ച ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഫുൾ ഇട്ട് കൊടുക്കുന്നില്ല, പകുതി നമുക്ക് ചോറിടാനുള്ളതാണ്. കുറച്ച് മല്ലിയില നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പില കൂടെ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മുളക്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചോറിൻ്റെ അരി എടുക്കാം. നമ്മളിവിടെ പൊന്നി റൈസാണ് എടുക്കുന്നത്. ഈ ഒരു പാത്രത്തിൽ 2 തവണയാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമ്മൾ എടുത്ത അരി നല്ല വൃത്തിയിൽ കഴുകിയെടുക്കാം. ഇത്താത്ത ദിയ കൃഷ്ണൻ്റെ വ്ളോഗ് കണ്ടുകൊണ്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. കൂടെ അഭിയും ഉണ്ട്. അപ്പോൾ ബീഫ് ആകുമ്പോഴത്തേക്ക് നമുക്ക് തൊട്ടിപ്പുറത്ത് ചോറിനുള്ള വെള്ളം കൂടെ വെച്ച് കൊടുക്കാം. നമ്മളിവിടെ ചൂടുവെള്ളം തന്നെയാണ് ഒഴിക്കുന്നത്. നമ്മൾ എത്രയാണോ അരി എടുത്തത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ പാത്രം ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് തന്നെ എണ്ണയൊക്കെ നല്ല കട്ടയായിട്ടാണുള്ളത്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് കളറൊക്കെ മാറി ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുക. 1 ഉള്ളിയാണ് ഞാനിവിടെ ചോറിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായി അതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ആദ്യം ചതച്ച് വെച്ച ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഇത്താത്ത എന്തുണ്ടാക്കുമ്പോഴും തക്കാളീൻ്റെ തോല് ഒഴിവാക്കിയിട്ടാണ് കുക്ക് ചെയ്യുക. അപ്പോൾ അതാ നമ്മൾ ചോറിലേക്ക് വേണ്ടിയിട്ട് ഒരു തക്കാളി കൂടെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ കാണിച്ച ഇൻഗ്രീഡിയൻസ് ബീഫിന് മാത്രമുള്ളതായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എത്രയാണോ അരിയെടുത്തത് അതിൻ്റെ നേരെ ഇരട്ടി വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ചൂട് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നാൽ അത്ര നേരം തിളക്കേണ്ട സമയം കുറയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കെറ്റിൽ വെച്ചിട്ട് അളന്ന് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചോറിലേക്ക് ആവശ്യത്തിനുള്ള, കാരണം ബീഫിലേക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചോറിന് ആവശ്യമായ ഉപ്പ്, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ കുറച്ച് മല്ലിപ്പൊടിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ചോറിന് കുറച്ച് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല രീതിയിൽ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മളെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ മല്ലിയില കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കി വീണ്ടും മൂടി വെച്ച് കൊടുക്കാം. ചോറൊരു ഹാഫ് വേവ് ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച ബീഫ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇടയ്ക്ക് തോന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ദം ചെയ്ത പോലെ ആക്കിയെടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ കറക്റ്റാണോ, അടിഭാഗമൊക്കെ റെഡിയാണോ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ചോറിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റ് വേവൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.